അന്ന് 2ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്, സിൽവർ ഹിൽസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ. അപ്പം ആനുവൽ എക്സാം കഴിഞ്ഞ് നേരെ ഓഡീഷൻ ഓടിപ്പോയതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. 24 കണ്ടസ്റ്റൻസ് ഉണ്ടെങ്കിലും അതിൽ ഏറ്റവും ചെറിയ കണ്ടസ്റ്റന്റ് ആയിരുന്നു ഞാൻ. There we go. Let's welcome the prodigy, baby Shreya, everybody. Please put your hands together. മലയാളത്തിന്റെ സ്വന്തം ശ്രേയക്കുട്ടി. കുട്ടിത്തം വിട്ടുമാറാത്ത പാട്ടിന്റെ പകിട്ടുമായി ഒരു കൊച്ചുപാട്ടുകാരി. സൂര്യ സിംഗർ എന്ന ടെലിവിഷൻ ഷോയിലൂടെ മലയാള ചലച്ചിത്രഗാന രംഗത്ത് പാട്ടിന്റെ സൂര്യശോഭയുമായ ഒരു കൊച്ചുഗായിക ബേബി ശ്രേയ. എന്റെ നാട്ടുകാരി, കോഴിക്കോടിന്റെ മുത്ത്, കോഴിക്കോടിന്റെ മാത്രം എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ കേരളം, നമ്മുടെ ഇന്ത്യ ഒട്ടാകെയുള്ളൊരു നമ്മുടെ കുഞ്ഞി മുത്താണ് എന്റെ കൂടെ ഉള്ള നമ്മുടെ സ്വന്തം ശ്രേയക്കുട്ടിയാണ്. ഞാൻ റിയാലിറ്റി ഷോയിലൂടെയാണ് ഈ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്, സൂര്യ സിംഗർ എന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം പിന്നെ ഞാൻ സൺ സിംഗർ എന്ന റിയാലിറ്റി ഷോയിലും കൂടി പോയി. പിന്നെ സൂര്യ സിംഗറിൽ പാടിക്കൊണ്ട് നിന്നപ്പോഴാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് മൂവി വീപ്പിംഗ് ബോയിൽ പാടിയിട്ടുണ്ടായിരുന്നത്. സൺ സിംഗറിൽ കയറിയപ്പോഴാണ് ഞാൻ മേലെ മാനത്തി ഈശോയെ പറഞ്ഞ പാട്ട് പാടുന്നത്. പിന്നെ ഞാൻ ഓരോ മൂവീസായിട്ട് പാടി. അതായിരുന്നു എൻ്റെ ഇൻഡസ്ട്രിയിലേക്കുള്ള എൻട്രൻസ്. വീപ്പിംഗ് ബോയ് ആയിരുന്നു എന്റെ ഫസ്റ്റ് മൂവി. ഐ ഹേറ്റ് ദിസ് ക്വസ്റ്റ്യൻ. ഹായ് ശ്രേയ, നിനക്ക് ജാട ഉണ്ടോ? ജാടയാണോ? അതെന്താ എന്നെ അങ്ങനെ ചോദിക്കുന്നത്? എനിക്ക് അറിയില്ല. എനിക്ക് ജാടയൊന്നും ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ജാടാണോന്ന് കട്ടീസ്. എനിക്ക് ഭയങ്കര ജാട, എനിക്ക് ഭയങ്കര ജാടെന്ന് എനിക്ക് തോന്നി. ശരിക്കും അതെ, ഞാൻ എന്തൊരു ജാടയാണ്. അപ്പോഴിങ്ങനെ തിരിച്ചറിഞ്ഞല്ലോ. Do you get negative comments from people? Of course, yes. Negative comments ഒക്കെ വരാറുണ്ട്. ഞാൻ വായിക്കാറുണ്ട്, ഞാൻ അതിന് റെസ്പോണ്ട് ചെയ്യാറൊന്നുമില്ല, കാണാറുണ്ട്. ഇപ്പം അത് എന്റെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഐ ട്രൈ ടു ചേഞ്ച് ഇറ്റ്. നെഗറ്റീവ് കമന്റ്സിന് ഞാനൊന്നും റിയാക്ട് ചെയ്യാറില്ല. ഞാൻ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കും. ലൈക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ ഏത് പെർട്ടിക്കുലർ ഭാഗത്താണെന്ന് നോക്കിയിട്ട് അത് മാറ്റാൻ ശ്രമിക്കാറുണ്ട്. അല്ലാതെ ഞാൻ റിയാക്ട് ചെയ്യാറൊന്നുമില്ല. பேஷன்ங்கிறது ஆம்பளைங்களுக்கு மட்டும் தானா? பொண்ணுங்களுக்கு இருக்க கூடாதா? இப்படி வெளியே வந்த நீ தனியாள, நீ ஒரு அடையாளம். நீ செஞ்சம் நம்மளுக்கு மட்டும் கிடைக்கிற அத்தனை பொண்ணுங்களும் செஞ்ச மாதிரி தெரியாமா? இந்த உலகத்துக்கு நீ யாருன்னு இன்னொரு தடவை காட்டு. ഓക്കെ, യെസ്. അപ്പൊ എന്തായിരുന്നു ഞാൻ പറഞ്ഞത്? സൂര്യ സിംഗർ റിയാലിറ്റി ഷോയിലൂടെയാണല്ലോ ശ്രേയ സംഗീത ലോകത്തേക്ക് വരുന്നതും ഞങ്ങളുടെ എല്ലാവരുടെയും കണ്ണിലുണ്ടായി മാറുന്നതും. അന്ന് 2ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്, സിൽവർ ഹിൽസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ. അപ്പം ആനുവൽ എക്സാം കഴിഞ്ഞ് നേരെ ഓഡീഷൻ ഓടിപ്പോയതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. 24 കണ്ടസ്റ്റൻസ് ഉണ്ടെങ്കിലും അതിൽ ഏറ്റവും ചെറിയ കണ്ടസ്റ്റന്റ് ആയിരുന്നു ഞാൻ. 6 to 14 ഇയേഴ്സ് വരെയുള്ള കുട്ടികൾക്കായിരുന്നു റിയാലിറ്റി ഷോ. അന്ന് എനിക്ക് കറക്റ്റ് 6 ഇയേഴ്സ് ആയിരുന്നു. കറക്റ്റ് 6 ഇയേഴ്സ് ആയിരുന്നു. ജയിക്കണം എന്നൊന്നും വിചാരിച്ചിട്ടല്ലോ നമ്മൾ പോവാ. റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത് പിന്നെ അതിൽ വിന്നറായി. ശ്രേയക്കുട്ടി എന്നുള്ളതൊരു ബ്രാൻഡായി പോയി. അതെ, ബ്രാൻഡ് ഉണ്ട്, അതൊരു കമ്പനിയുടെ സിംബലാണ്. ലോകത്തിലുള്ള എല്ലാവർക്കും അറിയാം.
കാര്യം കേൾക്കുക.